നിങ്ങൾ വണ്ടിക്കകത്തിൽ നിർത്താൻ വലിക്കുന്നത് കാണിച്ചാ ചീത്ത പറഞ്ഞെങ്കിൽ തിരിച്ചു പുറത്താക്കാൻ അറിയാത്തതുമല്ല. അപ്പോൾ നമ്മളെ ലച്ചു ചേച്ചി കുറച്ചാൾ നല്ല രീതിക്ക് കെയറിലാണ്. അപ്പോൾ ചേച്ചീനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചേച്ചിക്ക് എല്ലായിടത്തും കെഞ്ചുന്നുണ്ട്. പെജുറോ ഫാൻസിനെ വിളിക്കുന്നുണ്ട്. ഫീമെയിലായി കാർക്കച്ചവടത്തിന് ഇറങ്ങുന്നതുകൊണ്ടാണ് അടിച്ചമർത്തെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കേൾക്കുന്നില്ല. പക്ഷേ എൻ്റെ ചേച്ചീനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ചേച്ചീനെ പറ്റി ഇന്നലെ ഒരു വീഡിയോ ഇറങ്ങിയായിരുന്നു. ചേച്ചീൻ്റെ ഈ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ കൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് ചേച്ചിയുടെ കൂടെയുള്ള കുറച്ച് ടീംസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചേച്ചി എന്നെ പറഞ്ഞു അവിടെ എന്താണ് നടന്നതെന്നൊക്കെ ജസ്റ്റിഫിക്കേഷൻ തരുമെന്ന്. അപ്പോൾ ചേച്ചി ഞാൻ ബുദ്ധിമുട്ടുന്നില്ല, ഞാൻ ചേച്ചിനെ സപ്പോർട്ട് ചെയ്യും. നീ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. ഡാഡിലെസ് അല്ലേ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ CCTV വിഷ്വൽസ് നമ്മളെ കിട്ടിയിട്ടുണ്ട്. അത് കാണിച്ചു തരാം. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു, എങ്ങനെ ഇറക്കി വിട്ടു, എല്ലാ കാര്യങ്ങളും. പിന്നെ ആ ഒരു ഷോറൂമിൽ വെള്ളവും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ലായിരുന്നു. ഇതേപോലെ ഒരു കുത്തിത്തിരിപ്പിന് അവിടെ ജോലിക്ക് വെച്ചാണ് അവർ ചെയ്ത ഒരേ ഒരു തെറ്റ്. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും അതിൻ്റെ ഓണർ പാവമല്ലേ മക്കളെ പ്രായമുള്ളതെന്നൊക്കെ പറഞ്ഞ് വിട്ടതാണ്. അപ്പോഴാണ് വീഡിയോ ഇട്ട് നമ്മളെ ഷോറൂമിൻ്റെ അടുത്ത് കേസ് വെള്ളം കയറി. അത് നിങ്ങൾ പണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മളെ വണ്ടികളടുത്ത് സേഫായി പോവുകയാണെന്ന് വെള്ളം കയറുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഷോറൂമിൽ വേറെ ആരും കയറും. അവിടെ നിന്നത് മാത്രമാണ് അവിടുത്തെ ഒരേ ഒരു കുഴപ്പം. വെള്ളപ്പൊക്കമല്ല സുനാമി വരെ വരും അവിടെ നിൽക്കുന്ന സ്ഥലത്ത്. നിങ്ങൾ ഉദ്യാനക്കായി ഷോറൂമിൽ പിടിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിട്ട് നിൽക്കണം. അതിനല്ല അവിടെ കസ്റ്റമറൊന്നും വണ്ടി കാണിക്കാൻ വേണ്ടി ചോദിച്ചിട്ട് പോണ്ടേ. ഞാൻ നിങ്ങൾ വണ്ടിക്കകത്തിൽ നിർത്താൻ വലിക്കുന്നത് കാണിച്ചാ നോക്കേ. അതിൻ്റെ ഉള്ളിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളൊരു വണ്ടിയുടെ കാര്യങ്ങൾ ഇന്നലെ ക്യാമറ നോക്കുന്നത് ഈ വണ്ടിയിൽ ഇത്രയും വണ്ടിയുടെ ചാവിയുടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് ഇല്ലേ? ആ നമ്പർ കൊണ്ടാണ് കുത്തി ഒരു വണ്ടി പോകാനുള്ള നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ. ഞാൻ പറഞ്ഞു ഒരു വണ്ടി ചാവിയുടെ പ്രശ്നം കൊണ്ട് ഞാൻ മാറ്റി. ഏത് നമ്മളെ സിറ്റി 3000 കൊടുത്തിട്ട് ഞാൻ മാറ്റി. രണ്ടാമത് ഞാൻ ഇന്നലെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ചാവി എടുത്തിട്ട് പോയിട്ട് 3 പ്രാവശ്യം ഈ വണ്ടി കുത്തി, ഒരു പ്രാവശ്യം വണ്ടി കുത്തി, ഇങ്ങനെയൊക്കെ നമ്പർ എഴുതിയിട്ടില്ലേ? ശരിയാത്തതുകൊണ്ടാണ് ഇട്ട് നോക്കിയത്. ആ നമ്പർ ഏത് നമ്പറല്ല വ്യത്യാസം. പിന്നെ തൊട്ടാ വന്നിട്ട് പിന്നെ പുതിയ നോക്കിയിട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ചാവി എന്തിനാണ് ഞാൻ മറ്റേ ഇതിന്റെ ചാവി ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് മാറ്റി വെച്ചാൽ പറ്റില്ല. അതിനുള്ളിൽ കയറി കഴിഞ്ഞാല് പിന്നെ കുറച്ച് 2000-3000 അത് മാത്രമല്ല ബുദ്ധിമുട്ടുമാണത്. ആ വണ്ടിക്കാരത്ത് ഇതൊക്കെ വെച്ചത് ഇതൊക്കെ വെച്ചോ അങ്ങനെ വിളിക്കുന്നു. വണ്ടിക്കകത്ത് സിഗരറ്റ് വലിക്കുക എങ്ങനെ? കുറ്റി കിടക്കുന്ന മറ്റേ കൗണ്ടർ കിടക്കുന്നു. വിൽക്കാനുള്ള വണ്ടിയല്ല മതി. ഞാൻ പിന്നെ അവിടെ എടുക്കാൻ പറ്റുന്ന കാണുന്നത്. ഞാൻ ചില വണ്ടി ഞാൻ സ്കൂട്ടറിൽ പോയിട്ട് വന്നു. അതിന്റെ ഈ കാലത്ത് പുക പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലു വരും. ഒരാൾ വന്നിട്ട് നാളെ വിൽക്കാൻ പറ്റിയിരിക്കുന്ന ആരെങ്കിലും വന്ന് നോക്കിയെങ്കിൽ ആ വണ്ടിയുടെ ക്വാളിറ്റി ആണ് നഷ്ടപ്പെട്ടില്ല. എത്ര പറയാനാണ് വേറെ കാര്യം. ഞാൻ ഈ കുത്തി നോക്കിന്ന് പറയില്ലേ, ഞാൻ പറയാൻ നോക്കിയില്ല, തുറയാനുണ്ടായില്ല. പറയാത്ത കാര്യം ചോദിക്കാൻ പോലെ അത് നമ്പർ നോക്കിയിട്ട് തന്നെ ഞാൻ അവിടെ പൊളിച്ചു നോക്കിയിട്ടാ പോയി നോക്കി തീരുകയുള്ളൂ. എനിക്ക് ഈ മാറിപ്പോയാ പിന്നെ അങ്ങനെ എന്നോട് ചോദിക്കായിരുന്നു. ഞാൻ ചോദിച്ച ഈ പോയി 2000 രൂപ പോയി ഇതാ പറഞ്ഞോണ്ടിരിക്കണം. ഒന്ന് നീ എന്നോട് എന്താ പറഞ്ഞത്? അക്ഷയ കൊണ്ടുവന്നിട്ടപ്പോ ഞാൻ അവരുടെ കണ്ടുപിടിച്ച് നൽകുകയായിരുന്നു. എന്താ നീ പറഞ്ഞിട്ടുള്ളൂ? അക്ഷയ കൊണ്ടിട്ട് വണ്ടി മാറ്റിയിട്ടുള്ള വണ്ടിയുടെ കീ വർക്ക് ചെയ്യുന്നത് എന്നോട് പറഞ്ഞതാണ്. കീ ആദ്യം പറഞ്ഞത് അല്ലേ? ഞാൻ അക്ഷയെ വിളിച്ചുകൂടെ? അക്ഷയെ വിളിച്ചുകൂടെ നമുക്ക് ഞാനത് ചെക്ക് ചെയ്ത് ഇന്നമാതിരി പ്രശ്നം അതിനുശേഷം എന്നോട് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നീ അത് ഞാനൊന്നും പറഞ്ഞില്ല. ട്രെയിനും പല കാര്യം കൂടി നോക്കി എന്തോരം തിരിച്ചിട്ടാ തിരിഞ്ഞത് എന്നെ കൊണ്ട് സുഹൃത്തെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ നീ എന്താ പറഞ്ഞ അക്ഷയ ഇട്ടെടുക്കുന്നതാണെങ്കിൽ പറയാൻ പാടില്ലായിരുന്നു. അക്ഷയുടെ പേര് പറയാൻ പാടില്ലായിരുന്നു. അക്ഷയ ഇട്ടെടുക്കുന്നത് വണ്ടി അടിക്കില്ലാന്ന് പറഞ്ഞത് എന്നോട് ആദ്യം. സത്യമല്ല പറഞ്ഞത്. ഈ എന്നോട് പറഞ്ഞത് അതാണ്. പലരും ഇത് നോക്കിയതിന്റെ കേസ് പറഞ്ഞത് നീ എന്നോട് പറഞ്ഞതാണ്. അതനുസരിച്ച് അക്ഷയനോട് ഞാൻ പറഞ്ഞതാണ് ചാവി നന്നാക്കി തരണം. എന്റെ മുമ്പിൽ പറഞ്ഞത്
ഞാനെന്താ ഞാൻ 35 തൊട്ടാണ് ഇരിക്കുന്നത്. അതിനേക്കാളും പ്രായത്തിൽ കൂടുതലിരിക്കുന്നത്. ഞാൻ ഒരു മിനിറ്റ് പോകാനില്ല. എന്താണ് ആദ്യം പറഞ്ഞത്? ആ വണ്ടിയൊക്കെ ഈ ഒരു കസ്റ്റമർ സുഹൃത്തെ, നീ എന്താണ് എന്നോട് അക്ഷയയിൽ ആ വണ്ടിയുടെ കീ വർക്ക് ചെയ്തപ്പോ എന്താണ് പറഞ്ഞത്? അല്ല, വണ്ടി ഒരു പ്രാവശ്യം പിടിച്ച് തിരിച്ചാക്കി കംപ്ലൈന്റ് ആവാൻ കാര്യമാക്കി. നീ എന്താണ് പറഞ്ഞത്? അക്ഷയ് വണ്ടി അവിടെ നിന്ന് അനുസരിച്ചില്ല. അക്ഷയ് ഇഷ്ടമായി കിടക്കുന്നുണ്ട്. ഞാൻ അക്ഷയെ വിളിച്ചോളൂ. വിളിച്ചിട്ട് ഞാൻ അക്ഷയ് ആ വണ്ടിയുടെ നന്നാക്കി തോന്നി. അല്ല, ഞാൻ വന്നിട്ട് തിരിച്ചോണ്ടാണ് ഞാൻ മര്യാദ സംസാരിക്കുന്നത്. മനസ്സിലായോ? മൈദി വണ്ടിയാണ് എന്റെ പൈസ കൊടുത്ത് ഞാൻ കൊണ്ടുവന്ന വണ്ടിയാണ്. ഞാൻ ഒരിക്കലും ഞാൻ തെളിവാകാത്ത വ്യക്തിയാണ്. എന്നോട് പറയിപ്പിച്ചത് മൈദി വണ്ടിയാ. അത് പറഞ്ഞത് എന്തോരം കസ്റ്റമർ എനിക്ക് കൊല്ലുണ്ടാക്കിയെന്ന് പറയാം വണ്ടിക്ക് വേണ്ടി. എത്ര പേര് ആയിക്കോട്ടെ. നീ എന്താണ് എന്നോട് പറഞ്ഞാന്ന് മനസ്സിലായ? ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മനസ്സിലായില്ല. നിനക്ക് നീ എന്നോട് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വണ്ടി അവിടെ നിന്നുകൊണ്ട് അത്യയിഷ്ടമായി കിടക്കുന്നത് എന്താണെന്നറിയില്ല. അതിനുശേഷം ഞാൻ അക്ഷയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് വണ്ടി നന്നാക്കി തരാൻ നിന്റെ കടമകൾ കൊടുത്തു. മനസ്സിലായ? അതിനുശേഷം അക്ഷയ വിളിച്ചിട്ട് അവസാനം ഓഡിയോയുടെ വീഡിയോ ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ട് പറഞ്ഞ് അവർക്ക് ഇത് സബ്സ്ക്രൈബിന് പോയിട്ടുണ്ട് ആളെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് തിരിച്ചു തരണം ചോദിച്ചു. ഞാൻ അതിൽ കേസ് വിട്ട് കേസോടെ വിട്ട് എന്തിനാ ഉള്ള കാര്യം എന്നോട് തുറന്നു. എന്താ എനിക്ക് പറ്റിപ്പോയി അല്ലെങ്കിൽ അതങ്ങനെ എന്തായാലും വണ്ടിയില്ല. ഇതൊക്കെ എന്താണെന്ന് തീരുമാനിക്കാം. എനിക്ക് കണ്ടാലും പറ്റിയൊന്നുമില്ല. മൈദി വണ്ടി മറ്റേ വണ്ടി അവസാനം പാട്ട് ഇനി ഞാൻ എന്താണ് വണ്ടി ഞങ്ങള് ആ തിരിച്ച് ഞാൻ ക്ലിയറായിട്ട് പറയിട്ടില്ല. ആ ടിക്കറ്റിങ് അടുത്തത് നമ്മൾ പറയാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അക്ഷയെ കുറിച്ചാൽ മതി. അക്ഷയെ കുറിച്ചാൽ വന്നാൽ ഞാൻ അക്ഷയോട് ചെയ്തോളെ അവർ എടുത്ത് വിളിക്കാനോട് വന്നു വരൂ. എന്നോട് എന്താ പറഞ്ഞത് അക്ഷയ്? അത് വിട്ട് ഞാൻ ആ കേസ് വിട്ട് രണ്ടാമത് വണ്ടി നോക്കാനത് എന്ത് ആ വണ്ടി എടുത്തൊന്നും പോയി അറ്റ്ലീസ്റ്റ് ചോദ്യം ചോദിച്ചാൽ ഞാൻ വണ്ടി കൊണ്ടുപോണ്ട് ചോദിക്കണം. ആ വണ്ടിയുടെ ഇന്നലെ എന്നോട് പറഞ്ഞു തോന്നുന്നത് മറ്റേ എഞ്ചിന്റെ ലൈറ്റിന്റെ അടുത്ത് വേറെ മറ്റേ കമ്മിറ്റേറ്റ് കൊണ്ടൊന്ന് കത്തുന്നത് അവർ വിളിച്ച് കാണിച്ചു. എന്താണ്ടത് ഈ വണ്ടി ആക്ച്വലി ആരാണ് ഓടിച്ചതെന്ന് അറിയില്ല. ഈ വണ്ടി അവിടെ കൊണ്ട് ഫ്രഷ് വണ്ടി കംപ്ലീറ്റ് ചുറ്റും ഞാൻ ഇവിടെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല. സംഭവിച്ചു ഇനി എടുക്കുന്ന ഞാൻ ഓടിയിട്ടതാണ്. പിന്നെ എടുത്തിട്ട് പോകുന്ന ഞാൻ പോകുന്നത് സത്യത്തോടെ ബൈക്കിനെ കൊണ്ട് സ്കൂട്ടിലാണ് പോകണം. വണ്ടി എവിടെ നഷ്ടം ഇല്ലെങ്കിൽ എനിക്ക് നിർബന്ധമൊന്നുമില്ല. സത്യം ഞാൻ പറയാം. എനിക്കത് നിർബന്ധമില്ല. ഉള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ മതി. ഇവിടെ മൈനോണ്ട് മറ്റോട്ട് തെളിവുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇങ്ങനെ ഇവിടെ വന്നിട്ട് എന്തോ തെളിവുണ്ട് അനിയൻ വെച്ച് ചോദിച്ചു എന്താണ് അവിടെ നടക്കുന്നത് നിന്റെ ഈ തോന്നുന്നത് വീഡിയോ ഇപ്പം നടക്കുന്നുണ്ട് അവിടെ ഈ വീഡിയോ കാണുന്നില്ല ഒരാളും കൂടി അവിടെ ഇവിടെ പൈസ മുടക്കിയിടുക ഞാനിവിടെ നിസ്സാരം അത് ഇത് തോന്നുന്ന നില കഴിയുന്നത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും കാണും മൈൻഡ് കൊണ്ടിരുന്നു അവിടെ അവർക്ക് പറയും പൈസ ഇല്ലേ നമുക്കിവിടെ ഞാൻ കാര്യങ്ങൾ സീരിയസ്ലി പറയുന്നു. ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം പോയതിനു ശേഷം അയാളെ ശരിയല്ല ഇയാളെ ശരിയല്ല
നമുക്കിവിടെ വേണ്ടത് വെച്ചാൽ എല്ലാവരും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വിശ്വസം ഇല്ലേ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ പിന്നെ വേർഡ് ഇതിനുള്ളിൽ പോയില്ല. കാരണം എനിക്കത് ശീലമല്ല. ഈ ഇത് തന്നെ വേണമെന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് ഇതൊരു കണക്കിന്റെ ആയിരിക്കും. അവർ രാത്രി എങ്ങാനും റെക്കോർഡിംഗ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന ചെറിയ കാര്യങ്ങൾ തന്നെ കേൾക്കുക. ഇതിനു മുമ്പ് ഇവിടെ നിന്നൊരു ഭയങ്കര ചെറിയ വിളിച്ച് ചോദിക്കുവായിരുന്നു. ഭയങ്കര ചെറിയായിരുന്നു പച്ചച്ചെറി. അവിടെ എനിക്ക് വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കണില്ലെന്ന് പറഞ്ഞു. പറ്റില്ല. ഉള്ള കാര്യം തുറന്നു പറയാം. ഡീസൻസിൽ നമ്മളെല്ലാവരും മക്കളെ ഡീസൻസിൽ മുന്നോട്ട് പോവാം. അത് എല്ലാവർക്കും നല്ലതാണ്. ഞാൻ ഇതായാലും വന്നല്ല. അത് എന്തായിരുന്നാലും ഇന്നൊന്ന് ഫൈനലി ചെയ്യണം. എന്നതിന് ശേഷം മതി ബാക്കിയുള്ള പരിപാടികൾ. ഇനി വീട്ടില്ലാന്ന് പറഞ്ഞത് എനിക്കൊരു വിഷയമല്ല. നിങ്ങള് പോകണമെന്നുണ്ടോ ഈ ആശുപത്രി പോകുന്നുണ്ടോ എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീരുമാനം ചെയ്യാം. ഇല്ലേ നിങ്ങൾക്ക് 2 ദിവസം പോകാം. 2 ദിവസം അല്ലേ? ഇതിനെക്കുറിച്ച് വർത്തമാനമില്ലല്ലോ. ശരിയല്ലേ പറഞ്ഞു? കാരണം ഇനിയൊരു ഞാൻ അവിടെ പോയതിനു ശേഷം വീണ്ടും അന്ന് ഞാൻ ചെയ്യാത്ത സമയത്ത് ഇത് കണ്ടില്ലേ? എനിക്ക് സംഭവിക്കാൻ എനിക്ക് പറ്റില്ല. അല്ല അത് അങ്ങനെ എനിക്ക് പറ്റില്ല. കാര്യത്തിൽ ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം. കാരണം ഇനിയൊരു സിറ്റുവേഷൻ എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. എല്ലാം പറഞ്ഞ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടെ വലുത് ചെറുത് അവൻ വലുതും വലുതൊന്നുമല്ല. നീ ഇവിടെ വലുതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കണ്ടീഷനിൽ വലുതാൻ പറ്റുള്ളൂ. ഞങ്ങൾ വലുതാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വലുതാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ മനസ്സിലാക്കാണ്ട് നിങ്ങളുടെ ചാനലിൽ നീ പുസ്തകം 10-15 ചെയ്താലും പുസ്തകം നിങ്ങൾക്ക് അതിനുള്ളതുണ്ട്. ഞങ്ങൾക്ക് പൂസ്റ്റ് ചെയ്തെടുത്ത് കുറച്ച് സമയമെടുക്കും. പക്ഷെ ഞങ്ങൾ തിരിച്ചെടുക്കാനും പൈസ കൊടുത്തെടുക്കാനും നമുക്ക് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നോക്കി രക്ഷപ്പെടാൻ എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഇത് നിങ്ങൾ ആലോചിച്ചിട്ട് അത് നിങ്ങൾ തീരുമാനമെടുത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാനില്ലാത്തപ്പോൾ നടന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട് നിങ്ങൾക്ക് ഞാനില്ലാത്തപ്പോൾ കൊണ്ടുപോകാനായിട്ട് കൊണ്ടുപോകും. കാരണം എല്ലാം ചെയ്യാം. പക്ഷെ ഇപ്പൊ അതിനല്ല ഒരു എത്തിക്സ് വെച്ചും പ്രൊഫഷണൽസ് ആയിട്ടും നോക്കി നമ്മളത് അതിനെ പകി കൊണ്ടുവരുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് കാരണമാണ് അവന് എന്നോട് ഏറ്റവും കിട്ടുന്നത്. എനിക്ക് മുമ്പ് അല്ലെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവണം എന്ന് പറയാനൊരു ആളില്ലായിരുന്നു. കേട്ടിട്ടുണ്ടോ? ഞാൻ കോണ്ടാക്ട് ചെയ്തത് നമുക്ക് എനിക്ക് താല്പര്യമില്ല നിങ്ങൾ മാറ്റാൻ. അത് ഞാൻ നിങ്ങൾക്ക് പറയാം. എനിക്ക് യൂട്യൂബ് കിട്ടും. അല്ല നിങ്ങൾക്ക് എന്നെക്കൊണ്ട് വേറെ വ്യക്തികളെ കിട്ടും. ഇതെല്ലാം സംഭവിക്കുന്ന കേസാണ്. നീ വലുത് ഞാൻ വലുത് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. എനിക്ക് താല്പര്യമില്ല വേറെ യൂട്യൂബറെ കൊണ്ടുവന്നിട്ട് അവർ ഈ ഒരു പ്രൊസീജിയർ പറഞ്ഞാൽ 100 പേര് എടുക്കാൻ തയ്യാറാണ്. ഇവിടെ പലവരും യൂട്യൂബേഴ്സിന് അവർക്ക് സ്ഥിരമായിട്ടൊരു ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി വന്ന് ചെയ്യാതെ ചെയ്യാറാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഓപ്ഷൻസ് പറഞ്ഞാൽ നിങ്ങൾ നമ്മളുടെ കൂടെ നിന്ന് നിങ്ങൾ ആദ്യം കയറി വന്നു നിങ്ങൾ. പക്ഷെ ഒരു കാര്യം ആലോചിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ഇല്ലാണ്ട് ബിസിനസ് മുന്നോട്ട് പോവില്ല. ഞാനൊരു ബിസിനസ്സുകാരൻ. ഞാൻ 30-35 വർഷം ബിസിനസ് ചെയ്ത എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയണം. പിന്നെ എനിക്കുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനെന്ത് ചെയ്യണം, ഞാൻ ആരായിട്ട് എഗ്രിമെന്റ് ചെയ്യണം, ആരായിട്ട് മുന്നോട്ട് പോകണം, എനിക്ക് വേറെ തന്നെ ബിസിനസ് അതൊന്നും ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഞാൻ പറയാനായിട്ട് മനസ്സിലായില്ലേ? ഞാൻ ചിലപ്പോൾ ആഫീസിനായിട്ട് ചിലപ്പോൾ വേറെ ചെയ്യുന്നുണ്ടാവും. എനിക്ക് വേറെ വ്യക്തികളെ എനിക്ക് വേറെ ചെയ്യുന്നുണ്ടാവും. അവരെന്നെ കാണാൻ ചിലപ്പോൾ വന്നിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് പറയുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് ഇതിനുള്ളിൽ നടക്കുന്നത് എന്തുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫീസിൽ കയറിയത് നിങ്ങൾക്ക് പോവാം. നിങ്ങൾ സ്ഥാപനം മരുന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് എനിക്കറിയാം. എനിക്ക് ചെയ്യാൻ പറ്റിയ ഓപ്ഷനൊന്നുമില്ല. എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നതിന് പക്ഷെ ഇതിന് ഞാൻ
നിന്റെ ഭാവി എന്താവും ഞാൻ ചോദിച്ചു. നിന്റെ ഭാവി എന്താവും? നിന്റെ ബിസിനസ് ഇറങ്ങി വന്ന് ഇതിന്റെ കണ്ടാവും. അവൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവിധ ചാനലും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത് അങ്ങോട്ട് അവിടെ നിൽക്കുന്നത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വഭാവം കൊണ്ട് എവിടെ ചെന്നാലും ഫിക്സ് ആവില്ല മോളെ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി പറഞ്ഞു തരാനുള്ള ഇത്രയും ചീത്ത പറഞ്ഞെങ്കിൽ ഫിക്സ് പുറത്താക്കാൻ അറിയാത്തതുമല്ല. കാര്യം ഇവിടെ നിന്നുകൊണ്ട് കസ്റ്റമർ നിൽക്കണം അവർ സംസാരിച്ചത്. കസ്റ്റമർ നിൽക്കേ ഇതൊന്നും ഇത്രയും പൈസ മുടക്കി ഞാനെന്ത് പിന്നെ ഒന്നുമില്ലാത്ത രീതിയില്ല. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? ഞാൻ റെഡി. ഇല്ലേ നിങ്ങൾ സ്വന്തം പറഞ്ഞേക്ക് എനിക്ക് പറ്റില്ലാന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതനുസരിച്ച് നോക്കാം. നാളെ ഇതിന് കയറിയതിന് ശേഷം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിക്കാണ് നിങ്ങൾ എഴുതി കൊണ്ടുവരും. ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞില്ല. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന വെച്ചാല് ഒന്നില്ലെങ്കിൽ എന്താണ് വിഷ്ണു ആസുമായിട്ട് അങ്ങനെ ആവശ്യത്തിന് മാത്രമാണ് ഉണ്ടാവുക. അനാവശ്യ കാര്യത്തിലൂടെ കിടക്കുന്ന വണ്ടികൾ ചെയ്ത് ചെയ്യാൻ കമ്മീഷൻ മേടിക്കുക. ഞാനിപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. വേറെ അനാവശ്യമായിട്ടുള്ള ടോക്കിങ്ങോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇത് നമുക്ക് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. നേരത്തെ ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പന്നിയും ആദ്യം കമ്മീഷൻ നമ്മൾ എങ്ങനെയായിരുന്നു 3% കമ്മീഷൻ കൂടുതൽ വാങ്ങിയിട്ട് ചെയ്തായി കഴിഞ്ഞാൽ 3% കമ്മീഷൻ ആദ്യം നിങ്ങൾ വന്നു പക്ഷേ നിങ്ങൾ എന്തായാലും വന്നോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു അക്ഷയ്ക്ക് കൊടുക്കുക. അക്ഷയുടെ കൊണ്ട് ചെയ്യാനോ നിങ്ങൾ മുഖേന ആണെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ മുഖേന തന്നെ നമ്മൾ വണ്ടി പോയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. അത് പറ്റിപ്പാണ്. ഇത് നമ്മുടെ ആളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഉള്ള വിചാരം തന്നെയാണ്. ഇവിടെ കയറുന്ന ഏത് വണ്ടി വിറ്റാലും 3% ലാഭം. ഇവിടെ കയറുന്ന ഏത് വണ്ടി വിറ്റാലും 3%. എന്നിട്ട് പറഞ്ഞ് എന്റെ വണ്ടി വിറ്റാൽ നിങ്ങൾക്ക് കഴിയില്ല. വിഷ്ണുവിന്റെ ഭാഗത്ത് നീ വിചാരിച്ചാലും ഭാഗത്ത് വരുമ്പോൾ ഗോൾഡ് അപ്പൊ അതെടുക്കാൻ പോയപ്പോ അതെന്തുകൊണ്ട് എടുക്കുക? അങ്ങനെയല്ല ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഒരു മറുപടി അയാൾ സത്യമല്ലല്ലോ. ഇന്നലെ ഞാനിവിടെ ഇറങ്ങി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അവൻ ഇറങ്ങി പോകുമ്പോൾ ഞാനെന്തായാലും ഇതൊന്നും അതായത് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് ഇനി എപ്പോഴും നിലനിന്നുള്ളത് നമുക്ക് ഒരുമിച്ച് സംസാരിച്ചിട്ട് പറയും. എനിക്ക് യാതൊരു നിർബന്ധവും തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഒഴിവാക്കാൻ അവരെ ഒഴിവാക്കാൻ ഞാൻ ആരും ഒഴിവാക്കില്ല. ഇനി വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് ആവശ്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് ഞാൻ അതിലോടുന്നില്ല. ഞാൻ എന്റെ മുന്നിൽ സംസാരിക്കാൻ നിങ്ങൾ 2 പേരോട് സംസാരിച്ച് ആൾക്കാർ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാലുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് രീതിയിലായിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞ നേരെ ഷോറൂമിൽ കയറി അവരെ വണ്ടികൾ ആവശ്യമില്ല ഓടിച്ചിട്ട് പോയി പെട്രോളും ഡീസലും ഒക്കെ ആണെങ്കിൽ തീർത്തോണ്ട് ഇടുക. അതിൻ്റെ അകത്ത് സിഗരറ്റ് വലിച്ച് എൻ്റെ പൊടിയും കുറ്റി അതിൻ്റെ അകത്ത് ഇടുക. എനിക്ക് വേറെ സാധനമൊക്കെ ഉപയോഗിച്ച് എൻ്റെ പേപ്പറൊക്കെ അതിൻ്റെ അകത്ത് ഇടുക. പിന്നെ വെള്ളം അടിച്ചിട്ട് വണ്ടി ഓടിക്കുക, വണ്ടി എടുത്ത് കറങ്ങാൻ കൊണ്ടുപോകുക, വണ്ടി വൃത്തിയിടാക്കുക. പിന്നെ ഇവളതിൽ പറയുന്നുണ്ട് നമ്മളവിടെ ബിസിനസ് തുടങ്ങിയാൽ ഇവിടെ ബിസിനസ് തുടങ്ങിയാലെന്ന്. ഇവർക്ക് ബിസിനസ്സും ഇല്ല, കുഴപ്പമില്ല. ആരെങ്കിലുമൊക്കെ ബിസിനസ്സിൻ്റെ ഇടയിൽ ഉള്ള ബോർഡ് കൊണ്ട് വെക്കുന്നതുകൊണ്ട് മാത്രം ഈ കടയിലും അതായിരുന്നു മെയിൻ പ്രശ്നം. ഇവരെ കടയിൽ നിന്ന് വണ്ടി വെക്കുക, ഇവരോട് ചുമ്മാ നിന്നാലും എല്ലാം ഇവളെ ബോർഡ് വെച്ചായിരിക്കും വെക്കുന്നത്. പക്ഷേ ഇവർക്ക് ബിസിനസ്സും ഇല്ല, ഒന്നുമില്ല. ഇവർക്ക് വണ്ടി കച്ചവടം അറിയത്തില്ല, ഒരു പറങ്ങേണ്ടി കച്ചവടം അറിയത്തില്ല. ആരെ സ്ക്രിപ്റ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കും അത് അതേ കണക്ക് നിന്ന് കൊണ അടിക്കാൻ മാത്രമേ ഇവർക്ക് അറിയാം. അവർക്ക് ടീഷർട്ട് ബിസിനസ്സൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത്. ടീഷർട്ട് ബിസിനസ് എവളല്ല ഏതോ വേറെ ഏതോ പയ്യൻ്റെ ആണ്. അതൊരു കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ എടുക്കുന്നത് ചെറിയൊരു പരിമിതമായ സെറ്റപ്പിലാണ് എടുക്കുന്നത്. കാരണം എൻ്റെ കണ്ടന്റ് ഇതെല്ലാം മോട്ടോ വ്ളോഗാണ്. ഹെൽമെറ്റിൽ ക്യാമറയും മൈക്കും എല്ലാം ഉണ്ട്. പക്ഷേ അത് വെച്ചിട്ട് ഈ ഒരു സംഭവം എടുക്കാൻ പറ്റുന്ന ഇതെടുക്കുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട. പിന്നെ എപ്പോഴെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യുന്നെങ്കിൽ വാട്സ്റ്റിക്കറൊക്കെ അറിയാം. പിന്നെ ഈ ഒരു വീഡിയോ എന്നുള്ള വരുമാനം എനിക്ക് വേണ്ട, റീച്ച് എനിക്ക് വേണ്ട, ലൈക്ക് വേണ്ട. മാക്സിമം ഇത് ഷെയർ ചെയ്ത് അവളെ കച്ചവടം പൊട്ടിക്കണം. ഇതെല്ലാം കണ്ടിട്ട് പറയണം ഇവളെ ഇനി കാർ കച്ചവടം ചെയ്യണോ വേണ്ടതെന്ന്. പിന്നെ കൊച്ചിയിൽ ജനതയ്ക്ക് ഇപ്പോൾ എന്ത് പറ്റുമെന്ന് എനിക്കറിയാൻ വയ്യ. ഈ ഒരു സംഭവമൊക്കെ കൊല്ലത്തോലോട് കാണിച്ചിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി പിടിച്ച് അടിയും കൊടുത്ത് അവളെ കാറും കത്തിച്ചേനെ. അപ്പോൾ ഇവളുടെ ഈ പ്രൊമോട്ട് ചെയ്ത കമ്പനിയുടെ പേര് ഞാൻ സൈഡിൽ കാണിച്ചേക്കാം. മൈഡർ കമ്പനിയാണ് പേര്. അവിടെ വെള്ളം കയറിയിട്ടില്ല, ഒരു കോപ്പും കയറിയിട്ടില്ല. ഇവരെ പക്ക ഡീ പ്രൊമോഷൻ കാരണമാണ് ആ കമ്പനി ഇപ്പോൾ അടച്ചിടേണ്ട വർക്കിലിരിക്കുന്നത്. കാരണം കച്ചവടവും കാര്യങ്ങളൊന്നുമില്ല. ഇതുകാലത്തെ ആണെങ്കിൽ കുത്തിത്തിരിപ്പ് മതി ഒരു കടയുടെ ഭാവി മൊത്തത്തിൽ തകർക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോഴും അതെല്ലാം അവിടെ തന്നെയുണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ പടച്ചവും കുറച്ചൊന്നൊക്കെ രീതിയിലേക്ക് നിങ്ങളിവിടെയൊക്കെ വെറുതെ വിടുന്നതാണ്. ഇവളൊക്കെ വളർന്നൊന്ന് ഒരുപാട് പേര് തേക്കുന്നുണ്ട്. പിന്നെ ചേച്ചിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്
ഫൈനാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തരാമെന്ന്. ആ കടയിൽ നിന്നപ്പോഴും ആര് എന്ത് വണ്ടി എടുക്കാൻ വന്നാലും ഇവൾ ഫൈനാൻസ് പിടിക്കാനാണ് നോക്കുന്നത്. കാരണം ഫൈനാൻസുകാരെ എന്ന് കമ്മീഷൻ കിട്ടും. ഞാൻ ഇന്നലെ ഒരു ഡൂക്ക് കൊണ്ടിട്ട് വരെ പയ്യനെ പറ്റിച്ച കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതിലും ഫൈനാൻസിൻ്റെ സ്കാമും ഉണ്ട്, കമ്മീഷനും ഉണ്ട്. ഉടായ്പ ഫൈനാൻസ് ടീമാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ ഈ ഒരു CCTV വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും വണ്ടിക്കത്തിന് വലിച്ച കാര്യമെല്ലാം. അത് നോർമൽ സിഗരറ്റാണ്. പിന്നെ എന്തോ OCB എന്തോ ഒരു പേപ്പറൊക്കെ വണ്ടിക്കന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് CCTV വിഷ്വൽസിലില്ല. കാരണം വണ്ടി ഇവർ വിറ്റ വണ്ടി എടുത്തുകൊണ്ട് ഓണർ കൊണ്ടുപോയതിന് ശേഷം അവരെ വീട്ടിൽ ചെന്നിട്ട് വിളിച്ച് പറഞ്ഞപ്പോഴാണ് OCB കിട്ടിയത്. പിന്നെ ഇതിനെപ്പറ്റി ഇനിയൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. 2-3 ഷോർട്സ് ഒക്കെ ഇട്ട് ഞാൻ നിർത്തും. ഇൻ കേസ് എന്നെ അവൾ വേണ്ടി ചൊറിയുകയാണെങ്കിൽ ഞാൻ വീണ്ടും അടിച്ചുണ്ടാക്കി കൊടുക്കും. മര്യാദയ്ക്ക് പറഞ്ഞു വിട്ട് ഗിഫ്റ്റ് വരെ കൊടുത്തു വിട്ടതാണ് ആ ഒരു റൗഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണർ. നിങ്ങളതിൽ കണ്ടാണ് ആ ചേട്ടനാണ് ചൂടാവുന്നത്. ഞാൻ അത്രയൊന്നും ചൂടായ പോരാ, ഗിഫ്റ്റ് വരെ കൊടുത്താണ് വിട്ടത്. ആ ചേട്ടൻ്റെ മോളെ ഗിത്താറും കാര്യങ്ങളൊക്കെ. എന്നിട്ടാണ് വെളിയിറങ്ങുന്നത് ഇങ്ങനത്തെ പരിപാടി കാണിച്ചത്. അതിൽ സൈഡിലുള്ള ചേട്ടനെ എനിക്ക് നിങ്ങൾ കണ്ടായിരുന്നു, ആസിഫ് എന്നാണ് പേര്. അപ്പോൾ ആ ചേട്ടൻ വന്നതിന് ശേഷം ആ ചേട്ടനടുത്തൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ വണ്ടിയിൽ അനാവശ്യം യൂസ് ചെയ്യുന്നത്. ഇവളോട് ചെന്ന് 6 മാസം നിന്നിട്ടാകും ഒരു വണ്ടിയാണ് വിറ്റത്. അതിൽ 4 ലക്ഷം രൂപ ഇവരെ തേച്ചിട്ടുണ്ട്. അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് ഒരു വീഡിയോ നെറ്റിൽ കയറി കണ്ടത്. പിന്നെ അതിനെപ്പറ്റി എനിക്ക് വീഡിയോ ചെയ്യണമെന്നൊന്നുമില്ല. കാരണം എൻ്റെ കണ്ടൻറ്റ് എൻ്റെ ഡിഫറൻ്റ് ആണ്. പിന്നെ ഒരു പണി കിട്ടിയതിന് മാത്രം തിരിച്ചു കൊടുത്തുള്ളൂ. ഞാൻ ഇവളോട് ഇറങ്ങുന്ന സമയത്ത് ഒരു 40,000 ആ കടയിൽ കൊടുക്കാണ്ടായിരുന്നു. അത് ഇവളെ സ്വന്തം കൈശക്തി എഴുതി വാങ്ങിച്ച് ഒപ്പിട്ട് വെച്ചിട്ടാണ് ഇവൾ അവിടെ നിന്ന് വിട്ടത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് അവൾ അയച്ചു കൊടുത്തതിന് ശേഷം ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. നിങ്ങളുടെ പൈസ ഫുള്ള് ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി മേലെ എന്നെയോ വിഷ്ണുവിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്, കേട്ടല്ലോ. ഇതോട് കൂടിയിട്ട് നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും ഇതോട് കൂടിയിട്ട് തീർന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനൊരു റിപ്ലൈ അയക്കണമെന്നില്ല. ഓക്കെ, ശരി എന്നാ. പൈസ ഞാൻ അങ്ങനെ ഇട്ടേക്കാം, എന്റെ നമ്പറിലേക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കേട്ട് കഴിഞ്ഞാൽ വിചാരം ഇവക്ക് എന്തോ പൈസ കൊടുക്കാനുള്ള ഇതിലാണ് ഇവളെ സംസാരിക്കുന്നത്. ഇവളെ കൂടെ വേറെ ഒരുത്തരുണ്ട്, അവൻ്റെ കോൾ റെക്കോർഡിങ് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണത്. അപ്പോൾ എന്തായാലും കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കൊടുക്കണം. ഹായ് തമ്മില്ലാത്തവളെ, നീ ഇതൊക്കെ കാണുന്നത് എനിക്കറിയാം. നല്ല രീതിക്ക് കൊള്ളുന്നത് എനിക്കിവിടെ അറിയാൻ പറ്റണം. നീ എന്തായാലും ഏറുന്ന ഇപ്പോഴൊന്നും താഴെ ഇറങ്ങാൻ പോകില്ല. നീ എന്ത് വീഡിയോ ഇട്ടാലും നിന്നെ അടിച്ച് പയ്യന്മാരെ ഏറി കയറ്റിക്കോളും. ഞാൻ ഇതോടുകൂടി തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. ഇനി എന്നെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ അതേനെ കിട്ടും. ഞാൻ വീട്ടിൽ നിൻ്റെ അടുത്ത് പറയുകയാണ്, കൊല്ലത്തെ പയ്യന്മാർത്തും ട്രിവാൻഡ്രത്തെ പയ്യന്മാർത്തും അതേപോലെ തന്നെ മെയിൽ ഈ ഗേഡും കളിക്കരുത്. എത്ര ഫോളോ ഉണ്ടെങ്കിലും അടിച്ച് അണ്ണാക്കിൽ അന്നാൾ തന്നെ തരും.